ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 2023 ഈസ്റ്റർ കാലത്ത് BJP തുടങ്ങിയ സ്നേഹയാത്ര ഇത്തവണയില്ല. BJP നേതാക്കളും പ്രവർത്തകരും യേശുദേവന്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രമുള്ള ഈസ്റ്റർ ആശംസാ കാർഡുകളുമായി 10 ലക്ഷം ക്രൈസ്തവ വീടുകളിൽ കഴിഞ്ഞ വർഷം എത്തിയിരുന്നു. പെസഹ ദിനത്തിൽ പെസഹ അപ്പവുമായി അരമനകളിലേക്കും നേതാക്കളുടെ ഒഴുക്കായിരുന്നു അന്ന്. നമ്മൾ ആ കഴിഞ്ഞ 2024 BJP നേതാക്കളുടെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് തരേണ്ടത്. ഈ ഈസ്റ്റർ ദിനത്തിലും ഇതുപോലെ സ്നേഹ സംഗമ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദിജി ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു, എല്ലാ വീടുകളിലും എത്തുക, ആ വീടുകളിൽ അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, വോട്ടിനെ കുറിച്ച് നോക്കണ്ട. ആ ആഹ്വാനം ഇവിടെ നടക്കുന്നു. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഈസ്റ്റർ സന്ദേശവുമായിട്ട് പാർട്ടി പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് പിതാവിനെ വന്ന് കണ്ട് ഈസ്റ്റർ സന്ദേശം കൈമാറുക മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. എന്താണ് സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്തവണ പ്രശാന്ത്, കഴിഞ്ഞ തവണ അറിയാമല്ലോ, കഴിഞ്ഞ പഴയ അധ്യക്ഷൻ, പക്ഷേ ഇത്തവണ പുതിയ അധ്യക്ഷൻ ചാർജ് എടുത്തിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു സമ്പർക്കം വേണ്ടതായിരുന്നു. മാത്രമല്ല ന്യൂനപക്ഷ മോർച്ചയടക്കം ഇപ്പോൾ ഇത്തവണ ഒരു ഉത്സാഹം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഒനമ്പം വിഷയത്തിലടക്കം ഉണ്ടായിട്ടുള്ള ചില ഉലച്ചിലുകളും അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്നും പാമ്പ്ലാനി അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ അതൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ സ്നേഹം കുറഞ്ഞു പോയതിന്റെ കാര്യം എന്താണ് പ്രശാന്ത്? പ്രജീഷ്, ഇത്തവണ ഉടൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലൊരു വലിയൊരു തെരഞ്ഞെടുപ്പില്ല. പക്ഷേ എന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരവുമാണ്. അപ്പോൾ ഇത്തവണ സ്നേഹയാത്ര നടത്തിയിട്ടില്ല എന്നത് പ്രധാനമാണ്. കാരണം കഴിഞ്ഞ തവണ 10 ദിവസം മുൻപ് സ്നേഹയാത്ര എന്നൊരു പരിപാടി നിശ്ചയിക്കുന്നു. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ താഴെ ബൂത്ത് തലത്തിൽ വരെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി ഈസ്റ്റർ ആശംസാ കാർഡ്, പ്രധാനമന്ത്രിയുടെയും യേശുദേവന്റെയും പടമുള്ള ഈസ്റ്റർ ആശംസാ കാർഡ് നൽകുകയും പിന്നെ അരമനകളിലെത്തി പെസഹ ദിനത്തിൽ പെസഹ അപ്പം മുറിക്കുന്നത് പോലുള്ള ചടങ്ങുകളെല്ലാം നടത്തിയതാണ്. ഇതിനെല്ലാം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയെല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇത്തവണ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, അത്തരം നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടുമില്ല. കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് BJP മുനമ്പത്തിൽ കേന്ദ്രീകരിച്ച് മുനമ്പം വിഷയം ഏറ്റെടുത്ത് ക്രൈസ്തവ സമൂഹത്തെ അതിലൂടെ കൂട്ടാം എന്നതായിരുന്നു. പക്ഷേ കിരൺ റിജ്ജുവിനെ കൊണ്ടുവന്ന് നന്ദി മോദി എന്ന പരിപാടിയൊക്കെ നടത്തി. പക്ഷെ അവിടെ സമരസമിതിയുടെ ഒരു വിശ്വാസം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. അപ്പോൾ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം അത്തരത്തിൽ ഒരു നിലവിൽ എല്ലാ ജില്ലകളിലും സംവിധാനമുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അത്തരം ഒരു നേതാക്കൾ പോകുന്നില്ല എന്നുള്ളതാണോ, അതല്ല ഈ ന്യൂനപക്ഷം മറ്റേ മോർച്ച ക്രൈസ്തവ നേതാക്കൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJPയുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ പ്രത്യേക താല്പര്യം അവരും കാട്ടിയിട്ടില്ലേ? മനസ്സിലാക്കേണ്ടത് ഈ ന്യൂനപക്ഷ മോർച്ചയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ ക്രൈസ്തവരും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരൊരു ക്രൈസ്തവ അല്ലെങ്കിൽ ഈസ്റ്റർ പരിപാടിയോ അല്ലെങ്കിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാലോ അതിന് വേണ്ട ശ്രദ്ധ കിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പൊതുസമൂഹം അതിനെ കണക്കാക്കുകയില്ല. ഇത് BJP പാർട്ടി സംസ്ഥാന നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയാണ്. അപ്പോൾ അതായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ പൊതുവായി BJP എന്ന പാർട്ടി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, BJP എന്ന പാർട്ടി നടത്തിയ ഒരു സ്നേഹ സംഗമം ആയതുകൊണ്ട്, സ്നേഹയാത്രയൊക്കെ ആയതുകൊണ്ടാണ് അതിന് ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയത്. മാത്രമല്ല